വന്യമൃഗ ശല്യം രൂക്ഷമായിരിക്കെ സംസ്ഥാന സർക്കാർ ചില നടപടികൾക്കൊക്കെ ഒരുങ്ങുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം തുടർ നടപടികൾ സ്വീകരിക്കുക? രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു സമ്പുഷ്ടമായ വാർത്താ ദിനം തന്നെയാണ് ഇന്ന് തലസ്ഥാനത്ത് അനന്തപുരിക്ക് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കാത്തിരിക്കുന്നതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളാണ്. പ്രധാനമായും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയായി വരാൻ പോകുന്നത് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്ന ഈ ഒരു വന്യമൃഗ ശല്യങ്ങൾ, ആ ശല്യങ്ങളെ തുടർന്നുള്ള പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് കാര്യമായി തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അടക്കം വയനാട് ജില്ലയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ, കാട്ടാനയുടെ ആക്രമത്തിൽ മരണം ഉണ്ടാകുന്നു, ഒപ്പം തന്നെ പിന്നാലെ വാച്ചാൻവാളൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ ഒരു യുവാവിനടക്കം കാട്ടാനയുടെ അതിക്രമത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം. മറ്റ് ജില്ലകളിലും സമാനമായ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗ ശല്യങ്ങൾ അതിരൂക്ഷമായ പശ്ചാത്തലം കൂടി നിൽക്കുന്നുണ്ട്. മന്ത്രിമാർക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഒക്കെ തന്നെ കടുത്ത വിമർശനങ്ങളും പൊതുജനങ്ങളുടെ വികാരവും ഒക്കെ തന്നെ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചേരുന്ന മന്ത്രിസഭ യോഗത്തിൽ അടിയന്തരമായി തന്നെ നടപടികൾ വേഗത്തിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ നാളുകളായി പൊതുജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ഈ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. കാരണം ഒരു കുടുംബത്തിന്റെ ജീവൻ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണി മരണപ്പെടുമ്പോൾ കിട്ടുന്ന ധനസഹായം അവരുടെ മറ്റ് ചിലവുകൾക്കോ അല്ലെങ്കിൽ മതിയായ ജീവിത സൗകര്യങ്ങൾക്കോ തികയുന്നില്ല. ഒരു ജീവന്റെ വിലയായി അതിനെ കാണണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ പൊതുജനങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേകിച്ച് ഈ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുന്നത്. തുക വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായി ഉയരുന്ന ആവശ്യവുമായിരുന്നു. ഒരു പ്രധാനപ്പെട്ടതെന്നുള്ളത് ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ഒപ്പം തന്നെ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലും ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു സംരക്ഷണ സമിതി അല്ലെങ്കിൽ സുരക്ഷാ സമിതി കൂടി രൂപീകരിക്കണമെന്നൊരു ആവശ്യമുണ്ട്. നിരീക്ഷണ സമിതി എന്ന പേരിലായിരിക്കും ആ ഒരു സമിതി ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലയിൽ കാട്ടാന ശല്യങ്ങളുണ്ട്, വന്യമൃഗ ശല്യങ്ങളുണ്ട്, ഏതൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളാണ്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഏത് തരത്തിലുള്ള സംരക്ഷണവും സഹായവുമാണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനാണ് ഈ നിരീക്ഷണ സമിതി എന്നുള്ളത്. ഇതിലും ഒരു അന്തിമ തീരുമാനം ഇന്നത്തെ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറെ നാളായി വയനാട്, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു ഇത് രണ്ടിലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അടക്കം ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലം, വയനാട്ടിലടക്കം ഉണ്ടായ പൊതുജനങ്ങളുടെ വികാരം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി ഈ വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഔദ്യോഗികമായൊരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടി വരാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഏറെ നാളത്തെ പൊതുജനങ്ങളുടെ ആവശ്യം ഇന്ന് മന്ത്രിസഭാ യോഗം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. രോഹിണി.